ഇപ്പോൾ മാത്യുക്കുഴൽ നാടൻ MLA ചേരുന്നുണ്ട്. ശ്രീ മാത്യുക്കുഴൽ നാടൻ, ഈ ചുവടുവയ്പ്പിനെ എങ്ങനെ കാണേണ്ടതുണ്ട്? നിയമപരമായിട്ടുള്ള ഒരു ഇടപെടലാണല്ലോ. അപ്പോൾ എക്സാലോജിക്കിൻ CMRന്റെ ആ ഇടപാട് കേസിൽ SFIO നൽകിയ പരാതി ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലൊരു പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന ഒരു കണ്ടെത്തൽ കൂടി അങ്ങനെ ആയിരിക്കുമോ ഈ കോടതി നടപടികൾ നമ്മൾ കാണേണ്ടത്? ഇങ്ങനെ ഇതിപ്പം SFIOയുടെ പരാതി എന്ന് പറയുന്ന അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. ഇൻഫാക്ട് SFIOയുടെ ചാർജ് ഷീറ്റാണ്, കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പൊ കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കുക എന്നുള്ളത് ഓണസ്റ്റായി പറഞ്ഞാൽ അതൊരു സ്വാഭാവിക നടപടിക്രമമാണ്. അതല്ലെങ്കിൽ വേണമെങ്കിൽ കുറ്റപത്രം പരിശോധിച്ച് വേണമെങ്കിൽ കോടതിക്ക് ഫയൽ സ്വീകരിക്കാതെ മടക്കാം. അതിപ്പോൾ അങ്ങനെ ഒരു വളരെ റെയറായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ അത്രയും അപ്പാരന്റ് ആയിട്ടുള്ള എററോ ഗ്ലെയറിംഗ് പ്രശ്നങ്ങളോ എല്ലാം ഉണ്ടെങ്കിലാണ് അങ്ങനെ ചെയ്യാറുള്ളൂ. ഇത് ഞാനൊരു സ്വാഭാവിക നടപടിക്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇനി അത് പ്രോഗ്രസ് ചെയ്ത് വിചാരണയിലേക്ക് കടക്കും. ഇനിയിപ്പോൾ സംബന്ധിച്ച് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അവർ ബെയിലെടുക്കും. ബെയിലെടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വിചാരണ നടപടികളിലേക്ക് കടക്കുകയാണ് ചെയ്യേണ്ടത്. പ്രോസിക്യൂഷൻ സത്യസന്ധമായി സിൻസിയറായി പ്രോസിക്യൂട്ട് ചെയ്താൽ ശിക്ഷിക്കപ്പെടാവുന്ന എല്ലാ സാഹചര്യവും. കാരണം ഈ കേസിനൊരു പ്രത്യേകത ഉള്ളത്, ഇതിൻ്റെ എല്ലാ തെളിവുകളും വയലാർക്ക് അല്ലെങ്കിൽ 95% തെളിവുകൾ എന്ന് പറയുന്നത് ഡോക്യുമെന്റഡ് ആണ്. ഇതിന് ആകെ ഒരു കാര്യം തെളിയിക്കേണ്ടി വരുന്നത് ഇവരുടെ സേവനം നൽകി എന്നുള്ള അവരുടെ മറുവാദമുണ്ട്. അതായിരിക്കും അവർക്ക് ആകെ കോടതിയിൽ എടുക്കാൻ കഴിയുന്ന ഡിഫൻസ്. ഈ പേയ്മെന്റ് കൊടുത്തതും കിട്ടിയതും പിന്നെ ഈ CMRL ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസും ഒന്നും ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ അക്സെപ്റ്റഡ് ഫാക്ട് അല്ലെങ്കിൽ ഡിനൈ ചെയ്യാൻ പറ്റാത്ത സ്പീക്കിംഗ് എവിഡൻസ് ഉള്ളതാണ്. ഇനിയിപ്പോൾ അവര് പോസിബിളി കോടതിയിൽ എടുക്കാൻ സാധ്യതയുള്ള ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് ഇതിന് മതിയായ സേവനം ഞങ്ങൾ നൽകിയിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ കരാറുണ്ടായിരുന്നു, കരാർ പരിഗണിച്ചില്ല. പക്ഷെ അതൊരു സംസ്ഥാനത്ത് ഈ ഡൽഹിയിൽ നടക്കുന്ന ഈ മറ്റ് ആ വ്യവഹാരങ്ങളുടെ കൂടി അതിന്റെ നിലനിൽപ്പും അതിന്റെ ഭാവി അതിനെ നമുക്ക് എങ്ങനെ കാണേണ്ടി വരും? അത് ഞാൻ ഇത് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അത് നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ ജഡ്ജി ചോദിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആ റെപ്പറ്റീഷൻ മറ്റൊരു വാർത്ത വരുന്നതുകൊണ്ടാണ്. വളരെയധികം നന്ദി പ്രതികരിച്ചു. ഇപ്പോൾ